നമസ്കാരം. പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യക്കാരെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിൽ ഒരു സൈനിക നടപടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ആർമി എല്ലാ ദേശവും അവിടെ തന്നെ തീർത്തു. അതായത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമ മേഖലകളടക്കം, അതായത് റാവൽപിണ്ടി അടക്കം തകർത്ത് തരിപ്പണമാക്കി. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ അവരുടെ സ്കൂളുകളടക്കം അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അവർക്ക് തന്നെ വലിയ രീതിയിൽ ഒരു നാശനഷ്ടം വരുത്തിവെച്ചു. അതിനുശേഷമാണ് ഇന്ത്യയെ ഏത് രീതിയിലും ഏത് വിധേനയും ഒരു ആക്രമണം നടത്താൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടത്താൻ ഇവർ ഓരോ പദ്ധതികളും ആവിഷ്കരിക്കും. എന്നാൽ ഇന്ത്യൻ സൈന്യവും റോയും ഐബിയും അടക്കം അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജെയ്ഷെ മുഹമ്മദ് ഒരു ഭീകര സംഘടന രൂപീകരിച്ചിരുന്നു. അതായത് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭീകര സംഘടന. അതുവഴി ഇന്ത്യയിൽ ഈ സ്ത്രീകളെയൊക്കെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനും, അങ്ങനെയാണ് ഇവർ വൈറ്റ് കോളർ എന്നൊരു ഭീകര സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ രൂപം കൊടുത്തത്. അതായത് വൈറ്റ് കോളർ നമുക്കറിയാം, ഈ ഇപ്പോൾ ദില്ലി ചെങ്കോട്ട ഭീകരാക്രമണം നടന്ന സമയത്താണ് NIA അന്വേഷണത്തിൽ കണ്ടെത്തിയത് വൈറ്റ് കോളർ എന്ന സ്ട്രിംഗിൽ, അതായത് ഡോക്ടർമാരടക്കം എഞ്ചിനീയർമാരടക്കം ഒരു റെപ്യൂട്ടഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരടക്കം ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇവർ തീവ്രവാദത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. ഇവർ 24 മണിക്കൂറും ഇവരുടെ ഒരു ജോലി, ഇപ്പോൾ ഡോക്ടർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം, ഇവർ ഇങ്ങനത്തെ മേഖലയിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും സൈഡ് ബിസിനസ് ആയിട്ട് ഇവർ തീവ്രവാദികളെ അല്ലെങ്കിൽ തീവ്രവാദ ടീമുകളെ സഹായിക്കുന്ന ഒരു നീക്കമാണ് നമ്മൾ കണ്ടത്. നിലവിൽ ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഉടനീളമുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു പാകിസ്ഥാൻ സ്ത്രീയെ ഇന്ത്യൻ സൈന്യം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ ഭാഗവുമായുള്ള ബന്ധത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതിർത്തിയിൽ അസാധാരണമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൂഞ്ചിലെ ബന്ദാർ സബ് ഡിവിഷനിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഷഹനാസ് അക്തർ എന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തത്. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈനിക നിരീക്ഷണം ഉപകരണങ്ങൾ വഴിയാണ് അവർ പിടിയിലായത്. ഷഹനാസ് അക്തർ പിഒകെയിലെ കോട്ട്ലി ജില്ലയിലെ ഹിമ്മ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു യുവതിയാണ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുന്നതിന് മുമ്പ് ഷഹനാസ് പിഒകെയിലെ പാകിസ്ഥാൻ ആർമി പോസ്റ്റിന് സമീപം താമസിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം LOCയിലേക്ക് അയക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ ആർമി അവർക്ക് പ്രഭാത ഭക്ഷണമൊക്കെ നൽകിയാണ് വിട്ടത്. അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ജഹാൻ എന്ന വ്യക്തി അവർക്ക് 1000 രൂപ നൽകിയതായും ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകൾ ഭീകര സംഘടനയിൽ ചേർന്നിട്ടുണ്ടെന്ന് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ വൈറൽ ഓഡിയോ സന്ദേശം അടുത്തിടെയാണ് പുറത്തു വന്നത്. ആ പുറത്തു വന്ന ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു യുവതിയെ ഇന്ത്യൻ അതിർത്തിയിൽ വെച്ച് ഇന്ത്യൻ സൈന്യം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷഹനാസിന്റെ നുഴഞ്ഞുകയറ്റ ശ്രമം ജെയ്ഷയുടെ വനിതാ ഭാഗമായ ജമാഅത്ത് ഉൽ നൊമാദിയുമായി ബന്ധമുണ്ടോ എന്നാണ് IBയും റോയും അടക്കം ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ഒരു ട്രെയിലർ ആണോ എന്നൊരു സംശയമുണ്ട്. തുടർന്ന് ഇന്ത്യൻ സൈന്യം ആ യുവതിയെ തടഞ്ഞു നിർത്തിയ ഉടൻ തന്നെ ഷഹാസിനെ കസ്റ്റഡിയിലെടുത്ത് ഒരു സൈനിക ക്യാമ്പിലേക്ക്, അതായത് രഹസ്യമായ ഒരു സൈനിക ക്യാമ്പിലേക്കാണ് മാറ്റിയത്. അവരുടെ ഉദ്ദേശം എന്താണ്, പശ്ചാത്തലം എന്താണ്, സാധ്യമായ തീവ്രവാദ ബന്ധങ്ങൾ എന്താണ്, ഏത് തീവ്രവാദ സംഘടനയുമായിട്ടാണ് ബന്ധം, എന്തിനാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തിയത് എന്നടക്കം ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ വനിതാ പോലീസ് സംഘവും ഇപ്പോൾ ചോദിച്ച് വിലയിരുത്തുകയാണ്. കാരണം കൂടുതലായിട്ടൊരു നീക്കങ്ങൾ, കാരണം ഡിസംബർ മാസമാണ്, ഡിസംബർ ജനുവരിയൊക്കെ കൂടുതൽ മഞ്ഞ് മാസമായതുകൊണ്ട് തന്നെ ഈ ശൈത്യകാലം തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ, അതായത് തീവ്രവാദികൾക്ക് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സാധ്യതയും കൂടെ ഇതിലുണ്ട്. കാരണം ബങ്കറുകൾ ഇപ്പോൾ തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് റോ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കർശനമായ ഒരു നീക്കമാണ് ബോർഡറിലടക്കം BSFന്റെ നേതൃത്വത്തിലും ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിലും ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.